കേരള ടു കാശ്മീർ ട്രിപ്പിൻ്റെ ഡേ 5 ആണ്. ഇന്നത്തെ പ്ലാൻ നാഗ്പൂരിൽ നിന്ന് ജയ്പൂരിലേക്കുള്ള ഒരു യാത്രയാണ്. മാരുതി സുസുക്കി ഈക്കോയിലാണ് യാത്ര. അപ്പോൾ വെൽക്കം ടു K&K ഓട്ടോമൊബൈൽ സീരീസ്. കേരള ടു കാശ്മീരിനെ നമ്മൾ ഷോർട്ടാക്കിയിട്ടാണ് കേട്ടോ K&K ഓട്ടോമൊബൈൽ സീരീസ് എന്നാക്കിയിട്ടുള്ളത്. K&K സീരീസ് എന്നായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. അപ്പോൾ ഒരു പ്രാസം ഒപ്പിക്കാനായിട്ട് നമ്മൾ K&K ഓട്ടോമൊബൈൽ സീരീസ് എന്നാക്കുകയാണ്. ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗ്പൂരിൽ നിന്ന് ജയ്പൂരിലേക്കാണ് യാത്ര ചെയ്യണത്. രാവിലെ തന്നെ ഡോർമെട്രിയിൽ നിന്ന് നമ്മൾ ഇറങ്ങി ഒരു 8 മണിയായപ്പോഴേക്കും വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. കൊച്ചുമാരെ നമ്മൾ മധ്യപ്രദേശിൽ നമ്മൾ രാവിലത്തെ നാളത്തേക്ക് വേണ്ടി കഴിയാണ്. അപ്പോൾ ബേത്തൂൽ ഡിസ്ട്രിക്റ്റിൽ മധ്യപ്രദേശിലെ ബേത്തൂൽ ഡിസ്ട്രിക്റ്റിൽ നമ്മുടെ കേശവ് പവാർ ഭയ്യയുടെ ഹോട്ടലിലാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. ഫുഡ് കഴിച്ച് നമ്മൾ നല്ല സൂപ്പർ ദാൽ പൊറോട്ട അല്ലേ, ആലു പൊറോട്ട കഴിച്ചു. സൂപ്പർ ചായ ബെസ്റ്റ് ചായ, സൂപ്പർ ചായ. ഇതുപോലത്തെ ചായ നമ്മുടെ നാട്ടിൽ കിട്ടിയ ഒപ്പം കണ്ടുവന്നതാണ്. ഇതാണ് കേശവ് പവാർ ഭയ്യ. നാഗ്പൂരിൽ നിന്ന് നമ്മൾ ജയ്പൂരിലേക്കുള്ള യാത്രയായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ ഇതിനിടയിൽ കുറേ ട്വിസ്റ്റുകൾ സംഭവിച്ചു. അങ്ങനെ നമ്മൾ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് വഴി ഡൽഹി റൂട്ടിലാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അച്ഛന്മാരെ ഇതാണ് കഞ്ച യു-പിയിൽ, ഗുജറാത്തിൽ, ഭോപ്പാലിലൊക്കെ ഇത് മുഴുവൻ വയസ്സൈഡിൽ നിൽക്കുന്ന പള്ളയാണ്. ഈ കാണുന്ന കണ്ടോ, ഇതാണ് സാധനം. ഇതിങ്ങനെ കിലോമീറ്റർ കണക്കെ ഇങ്ങനെ പൂത്തുളഞ്ഞേക്കുക. ഇവിടെ ആർക്കും ഇതൊന്നും വേണ്ട, ആരും മൈൻഡ് ഇവിടെ ചെയ്യണം ഈ സാധനം. അപ്പോൾ അതിനിടയിൽ വഴിയിൽ എല്ലാ സ്ഥലത്തും തന്നെ ഇതുണ്ട്. കഞ്ചാവ് ചെടികൾ റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മൾ ഡൽഹി അടുത്തുള്ള നോയിഡയിൽ എത്തിയിട്ടുണ്ട്. ഉത്തർപ്രദേശും മധ്യപ്രദേശൊക്കെ കവർ ചെയ്തിട്ടാണ് നമ്മൾ നോയിഡയിൽ എത്തിയത്. റൂട്ട് ചേഞ്ച് ചെയ്യാനുള്ള മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗ്പൂരിൽ നിന്ന് ജയ്പൂരിലേക്കായിരുന്നു നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്തുള്ള റോഡ് വളരെ മോശമായിരുന്നു. ടാറ് ഒക്കെ വളരെ മോശമായിട്ട് കിടക്കുന്ന റോഡ്, അതുപോലെ തന്നെ കാടായിരുന്നു. അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലെത്തിയ സമയത്ത് അവിടുന്ന് ഉള്ള കടക്കാരോട്, അവിടെയുള്ള നാട്ടുകാരോട് നമ്മൾ ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഇവിടുന്ന് ആഗ്രയ്ക്കൊരു റോഡുണ്ട്, ആ വഴി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും, അവിടുന്ന് നമുക്ക് ജമ്മു കണക്ട് ചെയ്യാമെന്നുള്ളതാണ്. നമ്മൾ ജയ്പൂരിൽ നിന്ന് ജമ്മു കണക്ട് ചെയ്യാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെയാണ് നമ്മുടെ റൂട്ട് നമ്മൾ മാറ്റിയത്. നമ്മൾ ഡൽഹിയിൽ അപ്പോൾ ഡേ 6 ആണ്. ഡേ 5 നമ്മൾ നോയിൽ സ്റ്റേ ചെയ്തു. ഡേ 6 നമ്മുടെ യാത്ര പഞ്ചാബ് ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്രയാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ഇതുപോലുള്ള അൺപ്ലാൻഡ് യാത്രയിൽ ഇതുപോലുള്ള ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും. നമുക്കതൊക്കെ വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡ് കാര്യങ്ങളൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും നല്ലൊരു റോഡിൽ എത്തിപ്പെടുക, അതുപോലെ തന്നെ ഒരു നല്ല ഹൈവേ കണക്ട് ചെയ്യുക, അത്യാവശ്യം രാത്രിയാവുന്നതിന് മുമ്പ് സ്റ്റേ എടുക്കുക, ഇതൊക്കെയായിരുന്നു നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന പ്ലാനുകൾ. അതുകൊണ്ടാണ് മെയിനായിട്ടും ആ സമയത്തൊക്കെ കാര്യങ്ങൾ വീഡിയോ എടുക്കാൻ സാധിക്കാതെ പോയത്. അതുമാതിരി ഞങ്ങൾ ഡൽഹിക്ക് ഉള്ള വഴിയിലാണ്. പെട്രോൾ പമ്പിൽ പെട്രോൾ ചെയ്യാൻ കയറിയതാണ്. 94 ഉള്ളൂ, 94 പൈസ പെട്രോളാണ്. മോശമാരെ ഒരു രക്ഷയില്ലാത്ത ഹൈവേ, എക്സ്പ്രസ് ഹൈവേ, 8 ലൈൻ ഹൈവേ, 144 കിലോമീറ്റർ എക്സ്പ്രസ് ഹൈവേ കിടക്കുക ഇങ്ങനെ പറന്ന്. നമ്മുടെ ഫ്രണ്ടിൽ ഛത്തീസ്ഗഡിൽ നിന്ന് 2 സ്ത്രീകന്മാർ ഹിമാലയിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ഉച്ചമാരെ നമ്മൾ ഇത്രയും ദൂരം സഞ്ചരിച്ചിട്ട് ജമ്മുവിലേക്കുള്ള ബോർഡ് ആദ്യമായിട്ടാണ് കാണുന്നത്. ജമ്മുവിലേക്ക് 146, പത്താൻകോട്ട് 36, ശ്രീനഗർ. ബാക്കി വീഡിയോ കണ്ടോ. ഉച്ചമാരെ നമ്മളിന്ന് 4 ദിവസം കഴിഞ്ഞിട്ട് ഇവിടുത്തെ റൊട്ടിയും ഡാലും ഒക്കെ കഴിച്ച് ഒരു മടുപ്പായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കുക്ക് ചെയ്യാനുള്ള ഏർപ്പാട് ആലോചിച്ചിരിക്കുക. പണികൾ നടന്നിരിക്കണം. സാജേട്ട അബിക്കട്ടെ ആഴ്ചയുടെ കട്ടയ്ക്ക് പറന്നിരിക്കുക. പഞ്ചാബിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടുന്ന് ജമ്മുവിലേക്ക് 146, 130 കിലോമീറ്റർ ഇറക്കി. നമുക്കൊരു വെയിറ്റ് ഷർട്ട് കിട്ടി. ബസ് സ്റ്റോപ്പ് നമുക്ക് പേരേ ഉള്ളൂ, ബസ്സിന് നിർത്താറില്ല അവിടെ. സ്റ്റോപ്പിൻ്റെ സൈഡിൽ നമ്മൾ സാധനമെല്ലാം ഇറക്കി. നമ്മൾ കഞ്ഞിക്കുള്ള ഏർപ്പാട് നോക്കണം. കഞ്ഞിയും പയറും മോരും പിന്നെ മീനച്ചാറ് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്.
ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള പണിയില്ല. സാധ്യമായിട്ടാണെങ്കിൽ പമ്പം മോര് ഉണ്ടാക്കി തരാമെന്നുള്ള പറഞ്ഞേക്കുവാണ്. എന്നാ ആവുമെന്ന് അറിയാൻ പറ്റില്ല. ഇവൻ്റെ കാര്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. കുടിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പറയാം മോരാണോ അതോ തൈരാണോ എന്നുള്ളത്. ഏതായാലും പുള്ളി പണിയെടുക്കട്ടെ, രണ്ടും കൽപ്പിച്ചാൽ പണിയെടുക്കണം. ഇച്ചിരി കഞ്ഞി കുടിച്ചിട്ട് അടങ്ങുള്ളൂ. ഞാൻ അവിക്കട്ടാണെങ്കിൽ കഞ്ഞി കുടിക്കാത്തതുകൊണ്ട് അവിക്കട്ടയ്ക്ക് വയറിച്ച് കുറഞ്ഞു വേണം അവിക്കട്ട പറഞ്ഞത്. എന്നാലും അവിക്കട്ടയുടെ വയറൊന്നും നടത്തിയിട്ടുള്ള കാര്യമുള്ളൂ. എന്തെങ്കിലും തീരുമാനമാക്കിയിട്ടുള്ള കേസുള്ളൂ. കഞ്ഞി കുടിക്കാത്തതിൻ്റെ അവിക്ക് സമാധാനമല്ല പറഞ്ഞു. അതൊക്കെ ഞങ്ങളൊന്ന് തീർത്ത് കൊടുക്കും. അപ്പോൾ കഞ്ഞി കുടിക്കണം. പിന്നെ ഇതേപോലെ അപ്പോൾ നമ്മുടെ കഞ്ഞി റെഡിയായിട്ടുണ്ട്. ആരിച്ചോട്ട കഞ്ഞി എടുത്ത് വെക്കണം. നമ്മളത് കഞ്ഞിയും നല്ല തൈര് ഒഴിച്ച് കഞ്ഞി വെച്ചേക്കണം. നല്ല പയറുതോരനുണ്ട്. നല്ല പയറുതോരൻ, കഞ്ഞി. ഓക്കെ, ഞങ്ങളിപ്പം ഹരിയാനയിലാട്ടോ. ഹരിയാന ഇപ്പോൾ സമയം 7:05 വൈകുന്നേരം കേട്ടോ. വൈകുന്നേരം സമയം 7:05 സമയം. 7:05 ആയപ്പോഴത്തേനും ഹരിയാനയിലെ ക്ലൈമറ്റാണ് ഇത്. കണ്ടോ, നമ്മുടെ അവിടെയൊക്കെ 7 മണിയാകുമ്പോഴത്തേനും ശരിക്കും ഇരുട്ടാവൂലേ, വെളിച്ചം വേണമല്ലോ. ഇതിപ്പോൾ കണ്ടോ, നല്ല സൂര്യപ്രകാശമാണ്. സമയം കണ്ടോ, സമയം 7:06 സമയം. വൈകുന്നേരം സന്ധ്യ, വൈകുന്നേരത്തെ സമയം 7:06 സമയം. വണ്ടികൾ ലൈറ്റ് ഇട്ടിട്ടില്ല ഇതുവരെ. ഉണ്ടോ, വണ്ടികൾ പോലും ലൈറ്റ് ഇട്ടിട്ടില്ല ഫ്രണ്ടിൽ. ഇടാനുള്ള വെളിച്ചം ഇതായിട്ടില്ല, ഇരുട്ടായിട്ടില്ല. ആലുപ്പാലൊക്കെ ഉണ്ട്, റൊട്ടിയുണ്ട്, അതുപോലെ ദാൽ ഫ്രൈ ഉണ്ട്. എല്ലാവരും ഒരു തട്ട് കഴിച്ചിട്ട് കഴിക്കണം. അതുപോലെ ഫുഡൊക്കെ നല്ല വെജിറ്റേറിയൻ ഫുഡ്, നല്ല രസമുണ്ട് കഴിക്കാൻ കേട്ടോ. പക്ഷേ നമ്മൾ ഇപ്പം പഞ്ചാബ് എത്തിയിട്ടുണ്ട്. പഞ്ചാബിൽ നമ്മൾ ജമ്മുവിലേക്ക് പോണ വഴിക്ക് ഒരു 400 കിലോമീറ്റർ കുറച്ച് സ്റ്റേ എടുത്തേക്കുണ്ട്. നാളെ രാവിലെ ജമ്മുവിലേക്ക് പോകും. നൈറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ ധാബയാണ്, പഞ്ചാബി ധാബ. സ്റ്റൈലൊക്കെ ഉണ്ടോ, ഒരു നമ്മുടെ നാട്ടിൽ തട്ടുകട പോലെ ഹോട്ടൽ പോലത്തെ സ്ഥലമൊക്കെ. ഈ ആലു എല്ലാം വെജിറ്റേറിയൻ ഫുഡുകളാണ്. ടേസ്റ്റൊന്നും കുഴപ്പമൊന്നുമില്ല, നമുക്കെല്ലാവർക്കും കഴിക്കാവുന്ന നമ്മുടെ നാടൻ ടേസ്റ്റ് തന്നെയാണ്. ഫുഡാണ് ഇവിടെ. ഇങ്ങനെ വഴിയോരങ്ങളിലെ ഈ ടൈപ്പ് കടകൾ മാത്രമേ ഉള്ളൂ. മെയിൻ ഹൈവേ ആണ്. ഹൈവേയുടെ സൈഡിൽ കൂടെ കാണാം. ഇന്ന് പഞ്ചാബ് സ്റ്റേ, നാളെ